1998 ജൂലൈ 30 കാനഡ. ജ്ഞാനദളം 164. അഹംബോധം വെറുമൊരു ആറ്റം മാത്രം. ഞാൻ അഥവാ അഹംബോധം ചെറിയൊരു ആറ്റം മാത്രമാണ്. അത് ദ്രവ്യമായോ ചേതനയായോ ബന്ധപ്പെട്ടേക്കാം. എന്തിനോടാണോ അത് ബന്ധപ്പെടുന്നത് അതുമായി അഹംബോധം താതാത്മ്യം പ്രാപിക്കുന്നു. ദ്രവ്യവുമായി താതാത്മ്യം ഉണ്ടാകുമ്പോൾ അത് ശരീരവുമായി ഒന്നാകും. ഉണ്മയുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് അനന്തമായ ആത്മാവുമായി ഒന്നാകും. ഈ ആറ്റം അഥവാ അഹംബോധം ഭൗതിക ലോകവുമായി താതാത്മ്യപ്പെടുമ്പോൾ ഭൗതികതയിലേക്ക് നീങ്ങുന്നു. ചേതനയുമായി താതാത്മ്യമുള്ളപ്പോൾ അത് ദൈവികമാകുന്നു. ശരീരവുമായുള്ള താതാത്മ്യം അതിന് ദുരിതമാണ് നൽകുക. ഒരു പടുകൂറ്റൻ ആറ്റോമിക് റിയാക്ടറിൽ ഒരു കൊച്ചാറ്റത്തിന്റെ സ്ഫോടനമാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഞാൻ എന്ന തീരെ ചെറിയ ആറ്റമാണുള്ളത്. ഈ ചെറിയ ഞാനിന്റെ സ്ഫോടനം അതിനെ ചേതനയുടെ പ്രകാശമാക്കി മാറ്റുന്നു. എനിക്ക് ദുരിതമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ശരീരവുമായും ധാരണകൾ നിറഞ്ഞ ലോകവുമായും താതാത്മ്യം പ്രാപിക്കുന്ന ഈ ആറ്റത്തിനെ ശരിയായ ലോകത്തിലേക്ക് മാറ്റും. ജയ് ഗുരുദേവ്.